ഹലോ ഗൈസ്, അപ്പം നമ്മൾ ബുദ്ധൻ്റെ ജന്മസ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ അപ്പം മായാദേവി ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്നലെയാണ് നേപ്പാൾ വന്നത്. പക്ഷേ നമ്മൾ നേപ്പാൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിലായെന്ന് ഓടി വരും എന്ത് ബുദ്ധ സന്യാസിമാരെ പോലെ ഡ്രസ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരനെ കേട്ടോ. ഈ ഒരു നിമിഷം വരെ ഞാൻ അങ്ങനെ ഒരു ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ കാണാൻ പറ്റുമായിരിക്കും എന്നൊരു വിശ്വാസം അല്ലേ? ഇടയ്ക്ക് മഞ്ഞ് ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തണുപ്പ്. ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്നപ്പോഴത്തേക്ക് നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. നേപ്പാളിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, ഇടയ്ക്ക് എപ്പോഴാണ് ക്ലൈമറ്റ് ചേഞ്ച് ആവണമെന്ന് പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആവും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അതുപോലെ ഇന്ന് രാവിലെ 6:45 എവിടെയൊക്കെയോ ഭൂചലനം ഉണ്ടായി എന്ന് പറഞ്ഞു. നമ്മൾ നല്ല ഉറക്കമായിരുന്ന കാരണമായിരിക്കാം ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ കാഠ്മണ്ഡു സൈഡിലൊക്കെ ഭൂചലനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ മായാദേവി ടെമ്പിളിലേക്കുള്ള വഴി എഴുതി വെച്ചിട്ടുണ്ട്. കിച്ചണിന് ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വെൽക്കം ടു ലുംബിനി, ദി ബർത്ത് പ്ലേസ് ഓഫ് ലോർഡ് സഖ്യമുനി ബുദ്ധ. ഇവിടെ കുറേ കടിതോരണങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ആ ടെമ്പിളിലേക്കുള്ള നടപ്പാതയാണ്. ഭയങ്കര നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വേറെ വണ്ടിയൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഇത് കൂടെ നടന്നു വരാൻ മാത്രമേ എൻട്രി ഉള്ളൂ. വെഹിക്കിളല്ല ഇവിടെ അല്ല. പിന്നെ ഇലക്ട്രിക്കിൻ്റെ വണ്ടികൾ കിട്ടും. പല സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഇലക്ട്രിക്കിൻ്റെ വണ്ടികളൊക്കെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ബുദ്ധൻ ജനിച്ച സ്ഥലം കേട്ടോ. അതിനകത്ത് ഒരു ബർത്ത് സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബർത്ത് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് സംഭവങ്ങൾ ഇതുണ്ട്. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അകത്ത് ഫോട്ടോ ആൻഡ് വീഡിയോഗ്രാഫി അലൗഡല്ല. നമ്മുടെ നേപ്പാളിലെ 2ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മളിന്ന് മായാദേവി ടെമ്പിളിലേക്കാണ് വന്നിട്ടുള്ളത്. കുഴപ്പമില്ല. ടിബറ്റൻ മൊണാസ്ട്രികളല്ല. ടിബറ്റൻ മൊണാസ്ട്രികൾ മറ്റേ വളഞ്ഞിരിക്കുന്ന ടെമ്പിളൊക്കെ ഉള്ളത് ടിബറ്റൻ മൊണാസ്ട്രികളാണ്. നമ്മൾ കൂർഗിലൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. നോർമലി ഉള്ള എല്ലാ ടെമ്പിളിലും 2 കണ്ണും ഒരു മൂക്കും വെച്ചിട്ടുണ്ട്. അതെ. അതെന്തിനായിരിക്കും? നമ്മൾ നേപ്പാളിലേക്ക് കിടക്കുന്ന ബോർഡറിലും ഉണ്ട് അങ്ങനെ ഒരു സംഭവം. നമ്മളൊരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊന്ന് നടന്നു നോക്കണം എന്ത് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടൊന്ന് നടന്നു നോക്കാം. എന്തേ നോക്കിയാൽ അതാണ് ശ്രീലങ്കൻ മൊണാസ്ട്രി. മഞ്ഞ് കാരണം ക്ലിയർ അല്ല. അവിടെ കടത്തി വിടുന്നില്ല. അല്ലേ അകത്തോട്ട് പോയിട്ട് എടുക്കായിരുന്നു. നമ്മളുണ്ടല്ലോ ഒരു മൊണാസ്ട്രി കണ്ടു കേട്ടോ. ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ടിബറ്റൻ്റെ മൊണാസ്ട്രി പോലെ. അപ്പം നമ്മൾ അതങ്ങനെ അതിൻ്റെ എന്താ പറയുക ഡോറല്ലല്ലോ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കണേ. അപ്പോൾ 2 ചേച്ചിമാർ വരണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നമ്മൾ ചോദിച്ചു
അതിനകത്തേക്ക് കടക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല. എന്ത് മൊണാസ്ട്രി എന്ന് പറഞ്ഞു? ശ്രീലങ്കൻ മൊണാസ്ട്രിയാണ്. ഒരു ശ്രീലങ്കൻ മൊണാസ്ട്രി ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അവിടെ വരെ പോയിട്ടൊന്ന് ഫോട്ടോ എടുത്തിട്ട് വരാലോ. നമ്മൾ മായാദേവി ടെമ്പിളിൽ പോയിട്ട് തിരിച്ച് പോവാണ് കേട്ടോ. ഇവിടെ 1-2 സ്ഥലങ്ങളൊക്കെ വേറെ കാണാനുണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാ. ഭയങ്കര തണുപ്പാണ്. മൊണാസ്ട്രികളുണ്ട്, പക്ഷെ ഒന്നും നമ്മൾ ഫുള്ളൊന്നും കണ്ടില്ല. കുറേ നടക്കാനുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം നമ്മൾ ഒരു 8-10 കിലോമീറ്റർ നടന്നാണല്ലേ. 8-10 കിലോമീറ്റർ എന്താ വെച്ചാലേ നമ്മൾക്ക് ഇന്ന് ഇത്ര തണുപ്പ് നേരത്തെ ഇവിടെ ഉണ്ടാവുന്ന അറിഞ്ഞില്ല. അത് കാരണം നമ്മൾ ഗ്ലൗസും ക്യാപ്പൊന്നും എടുത്തില്ല. ഇന്നലെ വന്നപ്പോഴേക്ക് നല്ല എന്താ പറയുക, തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. നല്ല ചൂടും വെയിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് മൂടൽ മഞ്ഞ്. ഏതാണ്ട് 3 മണി. ഇന്നത്തെ ദിവസം സൂര്യനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മഴ പൊടിയണ പോലെ മഞ്ഞിങ്ങനെ പെയ്യുണ്ട്. അപ്പൊ തീരെ പറ്റണില്ല. സൂര്യനെ കണ്ടിട്ടില്ല ഇന്നത്തെ ദിവസം. ചൂട് ഇടയ്ക്കിടയ്ക്ക് 1-2 നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കിൽ കാണുന്നില്ലേ മഞ്ഞ്? കണ്ടാ 1-2 സ്ഥലത്തൊക്കെ പോയി നമ്മൾ ചൂട് കായാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നു. എന്നാലും രക്ഷയില്ല. അങ്ങോട്ട് പോയിട്ട് കൊടി കണ്ട നേപ്പാളിൻ്റെ ടെമ്പിളിൽ നിന്ന് എക്സിറ്റ് അടിച്ചപ്പോൾ അവിടെ ഒരു ഷോപ്പ്, ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ. ഒരു ഷോപ്പൊന്നുമല്ല, കുറേ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ കയറി നോക്കിയപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ബുദ്ധൻ്റെ ഫോട്ടോസ്, മാലകൾ, അങ്ങനെ കുറേ. അതിനകത്തുനിന്ന് ഞാനൊരു സാധനം കണ്ടായിരുന്നു കേട്ടോ. ഇത് കാണുന്നുണ്ടോ? ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. എൻട്രിയിലുണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ അമ്പലത്തിലുണ്ടായിരുന്നു. ഇത് ബുദ്ധൻ്റെ ഐസ് ആണെന്നാണ് പറയുന്നത്. മീൻസ് ബുദ്ധൻ്റെ കണ്ണുകളാണ് എന്നാണ് പറയുന്നത്. കാണുന്നുണ്ടോ? നേരത്തെ നമ്മൾ അറിയില്ലായിരുന്നു നമുക്കത് എന്താണെന്നുള്ളത്. എല്ലായിടത്തും ഇതുപോലെ കണ്ടിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് അത് എന്താണെന്നുള്ളത് മനസ്സിലായത്. പിന്നെ എന്തൊക്കെയോ സ്വീറ്റ്സുകളുണ്ട്. നമ്മുടെ കപ്പലിൻ്റെ മിഠായിയാണ് കേട്ടോ. നമ്മൾ ഷിംലയിലും കണ്ടായിരുന്നു ഈ ഒരു കപ്പലിൻ്റെ മിഠായി. ഇവിടെയുണ്ട് ഒരുപാട് വെറൈറ്റി എന്തൊക്കെയോ സ്വീറ്റ്സുകളുണ്ട്. എന്തല്ലോ ഒരുപാട് രുദ്രാക്ഷമാലകൾ കിടപ്പുണ്ട് കേട്ടോ. പല വലുപ്പത്തിൽ, പല സൈസിൽ ഒരുപാട് മാലകൾ കിടപ്പുണ്ട്. കിച്ചേട്ട ഇവിടെ നിന്ന് മാല വാങ്ങിച്ചായിരുന്നു. ഇതാ കിടക്കണ വൈറ്റ് കളർ മാല കണ്ടോ? അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കലണ്ടർ ഉണ്ട്. പിന്നെ ഒരുപാട് വിഗ്രഹങ്ങൾ, മീൻസ് ബുദ്ധൻ്റെ ചെറിയ പ്രതിമകൾ പല ടൈപ്പിലുള്ളതുണ്ട് കേട്ടോ. ചെറിയ ബുദ്ധൻ,